എക്സ്ഹ്യൂമ എന്ന് പറയുന്ന സിനിമ കൊറിയൻ സിനിമയാണ്. ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടി കൊച്ചിയിൽ ഷോ ഉണ്ട്. ഞാനിപ്പോൾ മംഗലാപുരത്താണുള്ളത്. ഇവിടെ ഷോ കാണിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നോക്കിയപ്പോൾ തിരുവനന്തപുരത്തും ഷോ കാണിക്കുന്നുണ്ട്. PVR ഉള്ളിടത്തൊക്കെ ഷോ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗ്ലോബലി വളരെയധികം അഭിപ്രായം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഹൊറർ ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ്. ഞാൻ ആ ജോണറിൻ്റെ ആരാധകനൊന്നുമല്ല. പക്ഷേ ആ ജോണറിൽ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള, ഞാൻ അങ്ങനെ ഇരുന്ന് കണ്ടിട്ടുള്ള, എന്നെ ഭയപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ വേണ്ടി ഞാൻ തിയേറ്ററിലേക്ക് പോകുന്നത് വളരെയധികം പ്രതീക്ഷകളോട് കൂടിയാണ്. നമുക്ക് ഭംഗി വാക്കുകളില്ലാതെ പറയാം. എനിക്ക് സിനിമയുടെ തുടക്കം ഒരു സാധാരണ ഹൊറർ സിനിമയിലൊക്കെ കാണുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ഹൊറർ സിനിമയൊക്കെ പോലെ ഒരു ഭൂത ആവാഹന പരിപാടിയൊക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയതും. പക്ഷേ സിനിമ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങിയത് ഇതിൻ്റെ ഒരു ഹൊറർ സ്വഭാവം കൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടല്ല. ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ സൈഡ് അത് അവർ അവതരിപ്പിച്ചിരിക്കുന്ന രീതി, ഞാൻ അങ്ങനെയാണ് ഈ സിനിമയെ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അല്ലെങ്കിൽ ഈ സിനിമ എന്നെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് കൊറിയയിൽ നടക്കുന്നൊരു കഥ, അവിടുത്തെ ഒരു കുടുംബത്തിനെ ബാധിക്കുന്ന, തലമുറകളെ ബാധിക്കുന്ന തരത്തിലുള്ള, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊരു ട്രോമാറ്റിക് അനുഭവമായിരിക്കും. ഒരു തലമുറയിൽ സംഭവിച്ച് പിന്നീടുള്ള ഓരോ തലമുറയിലേക്കും അതിങ്ങനെ പകർന്ന് വരുന്ന രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സംഭവം. അതിൻ്റെ കോർ ഇഷ്യൂ എന്താണെന്നുള്ള അന്വേഷണം അവരെ കൊണ്ടെത്തിക്കുന്നത് ഒരു കല്ലറയിലേക്കാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള വസ്തുതകൾ കുഴിച്ചു മൂടിയിരിക്കുന്ന ഒരു സ്ഥലം. അവിടെ നിന്ന് അവർ കണ്ടെത്തുന്ന ഒരു സത്യം എന്ന് പറയുന്നത് ജപ്പാനിൽ നിന്നുള്ള ആക്രമണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് ഈ യുദ്ധത്തിൻ്റെ അവശേഷിപ്പുകളാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹൊറർ ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ്. ആ ജോണറിൽ പെടുന്ന ആളുകൾ ആ രീതിയിൽ ഈ സിനിമയെ ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് ഒരുപാട് റിവ്യൂസിലൂടെ ഞാൻ അറിഞ്ഞു. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ കാര്യത്തിനേക്കാൾ കൂടുതൽ, ആ കാര്യം എനിക്കൊരു ആവറേജ് അനുഭവമൊക്കെ തന്നെയായിരുന്നു. എനിക്കൊരു വൻ സംഭവം പോലെ അല്ല ഫീൽ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ സൈഡ് ഉണ്ടല്ലോ, അത് കണക്ട് ചെയ്തുള്ള ഒരു സൈക്കോളജിക്കൽ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, ഒരു ജനിച്ചു വീഴുന്ന കുഞ്ഞ്, അതുപോലെ മുൻ തലമുറയിലെ ആൾ, അവിടെ നിന്ന് ഇങ്ങനെ ഈ ഗ്രേവ് സ്കോളിംഗ് എന്ന് പറയുന്ന അതൊരു ഭയങ്കര തോട്ടാണ്. അതിനെ ഇങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ളത് ബ്രില്യൻ്റ് ആണ്. ബ്രില്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സിനിമയുടെ പല ഭാഗങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ സിനിമ കഥ പറയുന്ന രീതി, അത് ആളുകളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇത് എവിടെ പറയുന്നു എന്നുള്ള, ഒരു പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ കാണുന്നതിനേക്കാൾ കൂടുതൽ കൊറിയക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരുപാട് റിലേറ്റ് ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ ഒരുപാട് അവരറിഞ്ഞിട്ടുള്ള അവരുടെ നാടിൻ്റെ ചരിത്രം, നമുക്ക് നമ്മുടെ നാടിൻ്റെ ചരിത്രം ഒരുപാട് അറിയുന്ന പോലെ അവർക്ക് അവരുടെ നാടിൻ്റെ കുറേ കൂടി ഇൻഡെപ്ത് ചരിത്രം അറിയാമല്ലോ. അപ്പോൾ അത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അത്തരം കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ സിനിമ പോയി കാണണം. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു തോട്ട് പ്രോസസ്സാണ് ആ സിനിമ എന്ന് പറയുന്നത്. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ വീണ്ടും കൂടുതൽ ഗൂഗിൾ ചെയ്യാൻ തുടങ്ങി. എന്തായിരുന്നു അങ്ങനെ, എന്താണ് ഇങ്ങനെ, ഈ ക്യാരക്ടർ എന്താണ്, ഈ ഭൂത സംഭവം അതെങ്ങനെയാണ് വർക്കാവുന്നത് എന്നൊക്കെയുള്ളത് ഒരുപാട് ചെക്ക് ചെയ്യാൻ തുടങ്ങി. സിനിമ കാണുമ്പോൾ സിനിമ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാര്യങ്ങളിലൊന്ന് ഈ സിനിമയുടെ സൗണ്ടിങ് ആയിരുന്നു. ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ചില മന്ത്ര ഉച്ചാരണ പരിപാടികളൊക്കെ കേൾക്കുന്ന സമയത്ത് ശരിക്കും ഇത് തന്നെയല്ലേ നമ്മുടെ നാട്ടിലും മന്ത്രം ചൊല്ലുന്നത് എന്നൊക്കെ തോന്നിപ്പോയി. അതൊരു ഭയങ്കര സാധനമായിരുന്നു, ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. അവിടെയും മന്ത്രങ്ങൾ ചൊല്ലുന്നത്, ഇവിടെയും മന്ത്രങ്ങൾ ചൊല്ലുന്നത്, ഇതിനൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മാത്രം, അത് അവരുടെ മാത്രം എന്ന് പറയുന്നതല്ല. നമുക്ക് എവിടെയോ ഒരു കോമൺ ഒരാളുണ്ടായിരുന്നു, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കുറേ ആചാരങ്ങൾ എവിടെ നിന്നോ ആരംഭിച്ചതാണ് ഇതൊക്കെ എന്നൊക്കെ പറയുന്ന ഒരു തോട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അത് ബ്രില്യൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വിഷ്വൽ സൈഡ് സിനിമയിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന അവരുടെ ഫ്രെയിമിങ്ങും കാര്യങ്ങളും ഒക്കെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. എനിക്ക് വേഴ്സ്റ്റായിട്ട് ഫീൽ ചെയ്തത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ PVR ലുലുവിൽ ഓടി 3 സിനിമ കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ. ഭയങ്കര ഇരുട്ടായിരുന്നു. ഇരുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ ആ മെയിൻ ക്യാരക്ടർ, അതിൻ്റെ ഒരു വിഷ്വലൈസേഷനൊക്കെ വരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ സ്ക്രീനിൽ ഇരുട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതായത് നമുക്കൊരു ഭീതി ഉണ്ടാകത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി തരുന്ന രീതിയിലുള്ളൊരു വിഷ്വൽ എനിക്ക് കാണാൻ പറ്റിയില്ല. അത് സ്ക്രീൻ അങ്ങനെ ഡാർക്കായി പോയതാണോ അതോ ഒരു സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്ന അത്രയും ഡാർക്കാണോ എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അതൊരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ എൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതിനെ ഹിസ്റ്ററിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ജനറേഷണൽ ട്രോമ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും, അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ടിങ്ങും പരിപാടിയും ഒക്കെയാണ്. ഇതിൻ്റെ സ്റ്റോറി ലൈൻ വളരെ രസമായിട്ട് എനിക്ക് തോന്നി. ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ജംപ് സ്കെയർ പരിപാടികളൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ടിപ്പിക്കൽ പരിപാടികളിട്ട് നമ്മളെ പറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അതായത് ഒരു സൈലൻസ് ഇങ്ങനെ വരുമ്പോൾ പേടിപ്പിക്കുന്ന ഒരു ശബ്ദം വരുന്നു, നിങ്ങളൊക്കെ പേടിച്ചോ എന്ന് പറയുന്ന പോലത്തെ ടിപ്പിക്കൽ ക്ലീഷേഡ് പരിപാടികളിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു. അതൊരു അടിപൊളി പരിപാടിയാണ്. അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു ഹൊറർ ജോണറിൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു അത്ര ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നൊരു സിനിമയല്ല. സാറ്റിസ്ഫാക്ഷൻ തന്നില്ല എന്നല്ല, ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല എക്സ്ഹ്യൂമ എന്ന് പറയുന്ന സിനിമ. നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.